Samsung Galaxy S21 FE പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വിച്ച് ഇസ് One UI 6.1 അപ്ഡേറ്റ്. അപ്പോൾ ഈ അപ്ഡേറ്റിൻ്റെ ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ അതോ ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ടോ, ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതിൻ്റെ ബാറ്ററി ലൈഫ്, ഹീറ്റിംഗ് ഇഷ്യൂ എല്ലാത്തിനും വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് തുടങ്ങിയാലോ. നമുക്കിതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി നോക്കാം. എല്ലാവർക്കും മേജർ കൺസേൺ ആണ് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റിയിട്ട്. അപ്പോൾ ബാറ്ററി ലൈഫ് ഈ One UI 6.1 അപ്ഡേറ്റ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എൻ്റെ ഡിവൈസിൽ. ഇപ്പോൾ എനിക്ക് മുമ്പേ ഒരു 4 to 4.5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു 5 to 5.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് ഭയങ്കര കുറവായിട്ടാവും കിട്ടുക. അപ്പോൾ ബാറ്ററി ഹെൽത്ത് എങ്ങനെയാണ് നോക്കുക ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. AnTuTu ബെഞ്ച്മാർക്ക് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടുന്ന് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ AnTuTu ബെഞ്ച്മാർക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ചാർജിൽ കണക്ട് ചെയ്യുക. ചാർജിൽ കണക്ട് ചെയ്തിട്ട് ഈ ബാറ്ററി ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 30 minutes വരെയും നിങ്ങൾ ചാർജ് ചെയ്യാൻ വിടുക. ചാർജ് ചെയ്യാൻ വിട്ടിട്ട് വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് എത്ര ഉണ്ടെന്ന് കാണിക്കും. ബാറ്ററി ഹെൽത്ത് ഇപ്പം എൻ്റെ ഡിവൈസിൽ എനിക്ക് 98% ആണ് ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പണ്ട് എനിക്ക് ഒരു ദിവസം ഒന്നും നിൽക്കില്ല ഈ ഫോൺ, പക്ഷേ ഇപ്പോൾ എനിക്ക് കഷ്ടിച്ച് ഒരു ദിവസം എന്തായാലും ഈ ഫോണിൻ്റെ ബാറ്ററി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായി തോന്നി. ഈ One UI 6.1 അപ്ഡേറ്റിൽ ബാറ്ററി ലൈഫ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഇതിനെ ചാർജിങ് സ്പീഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ പണ്ട് ഇത് 0 to 100 ചാർജ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കൊരു 1 hour 15 minutes പിടിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് 1 hour 30 to 35 minutes പിടിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ചാർജിങ് സ്പീഡ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കുറഞ്ഞിട്ടുണ്ടോ എന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. മേജർ കൺസേൺ ആണ് ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ. ഇപ്പോൾ നമ്മൾ നോർമൽ ടാസ്ക് ചെയ്യുമ്പോഴും പിന്നെ അതേമാതിരി ഹെവി ഗെയിമിംഗ് ചെയ്യുമ്പോഴും 5G വെച്ച് യൂസ് ചെയ്യുമ്പോഴും 5G മീൻസ് മൊബൈൽ ഡാറ്റ വെച്ച് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ബാക്കിലും ഈ അലുമിനിയം ഫ്രെയിമിലും നന്നായിട്ട് ഹീറ്റിംഗ് ഫീൽ ആയിരുന്നു. പക്ഷേ എൻ്റെ യൂസേജിൽ ഞാൻ ഒരു ദിവസം മൊത്തം 5Gയിലാണ് യൂസ് ചെയ്തത്, വൈഫൈ യൂസ് ചെയ്തില്ല. എന്നാലും എനിക്ക് അത്ര ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് തോന്നിയില്ല. പണ്ട് എനിക്ക് എങ്ങനെ തോന്നിച്ചിരുന്നു അങ്ങനത്തെ ഹീറ്റിംഗ് ഇഷ്യൂ ഇപ്പോൾ എനിക്ക് തോന്നില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ One UI 6.1 അപ്ഡേറ്റ്. പണ്ടൊക്കെ ഞാൻ സാധാരണ ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ അലുമിനിയം ഫ്രെയിമും ബാക്കൊക്കെ ചൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിക്കുന്നില്ല. ഇപ്പോൾ ഹീറ്റിംഗ് എന്തായാലും കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡിസ്പ്ലേ ക്വാളിറ്റിയിലാണ് മാറ്റം കണ്ടിരിക്കുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇവിടെ മൂവീസും സീരീസൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ഡിസ്പ്ലേ ക്വാളിറ്റി വൈബ്രൻറ്റും കോൺട്രാസ്റ്റും ആയിട്ട് തോന്നിച്ചിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐ പ്ലീസിങ് ആയി തോന്നിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ യൂട്യൂബിൽ വേറെ 4K വീഡിയോസൊന്നും പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല. എക്സാമ്പിളിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ തന്നെയാണ് ഞാൻ കാണിക്കാൻ പോണത്. ബിക്കോസ് എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വീണിട്ടുണ്ടായിരുന്നു പണ്ട് ഞാൻ ഒരു 4K വീഡിയോ പ്ലേ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. ഇതിൽ ശരിക്കും അങ്ങോട്ട് മനസ്സിലായിരുന്നാലും പണ്ടത്തെ ആയിട്ട് കുറച്ചും കൂടി ഡിസ്പ്ലേ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇതിൻ്റെ പെർഫോമൻസിന് വേണ്ടി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ One UI 6.1 അപ്ഡേറ്റ് വന്നതിന് ശേഷം UI ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഫാസ്റ്റും തോന്നിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടോയെന്ന് താഴത്ത് കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്ക് ഭയങ്കരമായിട്ട് സ്മൂത്തായി തോന്നിക്കുന്നുണ്ട്. അതേമാതിരി ഫോണും കുറച്ചും കൂടി ഫാസ്റ്റായി മാതിരി തോന്നിക്കുന്നുണ്ട്. അതേമാതിരി ഞാൻ ഗെയിമിംഗ് അങ്ങനെ കളിക്കാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോൾ ഓഫ് ഡ്യൂട്ടിയോ കളിക്കാറുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചപ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് എക്സ്പീരിയൻസാണ് എനിക്ക് തോന്നിയത് ഈ അപ്ഡേറ്റിന് ശേഷം. പക്ഷേ ഒന്നുകൂടി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്ന സമയത്ത് ഒന്ന് സ്ക്രീൻ റെക്കോർഡിങ് ഓണാക്കി. സ്ക്രീൻ റെക്കോർഡിങ് ഓണാക്കിയപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഫ്രെയിം ഡ്രോപ്സ് കാണാൻ കിട്ടും. പക്ഷേ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാതെ നിങ്ങൾ കളിക്കുകയാണെന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് ഗെയിം പ്ലേ ആണ് എനിക്കിതിൽ തോന്നിച്ചിരിക്കുന്നത്. നിങ്ങൾ ഗെയിമിങ് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സെയിം എക്സ്പീരിയൻസ് തന്നെ ആണോ എന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ ചെയ്ത്. അതേമാതിരി UIയും ഭയങ്കര സ്മൂത്തായി തോന്നിക്കുന്നുണ്ട്. ഈ സാംസങ് ഗാലക്സി S21 FE തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ. ഇപ്പോൾ അടുത്ത ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റീനെ പറ്റി നോക്കാം. ക്യാമറ ക്വാളിറ്റി വൈസ് നോക്കാമെന്ന് വെച്ചാൽ അതിന് മുമ്പേ ഇതിലൊരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഗുഡ് ലോക്കിൽ പോയിട്ട് ക്യാമറ അസിസ്റ്റൻ്റ് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ക്യാമറയിൽ കുറച്ചുകൂടി എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യുക. അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വേണേൽ നമുക്ക് പോയിട്ട് കാണാം. ഇപ്പോൾ ആക്ച്വലി ക്യാമറ ക്വാളിറ്റീനെ പറ്റി നോക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഡൗൺ ഗ്രേഡ് ആക്കിയിട്ടുണ്ട് ഇവർ.
1UI 6.1 അപ്ഡേറ്റിന് മുമ്പ് ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഡൗൺ ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിളിന് ഇപ്പോൾ നിങ്ങൾ സൂം ഫോട്ടോസ് എടുക്കുമ്പോൾ ലൈക്ക് 10x 20xലൊക്കെ സൂം ഫോട്ടോസ് എടുക്കുമ്പോൾ അത്ര ഷാർപ്പ് ഇമേജസ് കിട്ടില്ല. അതേമാതിരി നിങ്ങൾ പോർട്രേറ്റ് ഇമേജസ് എടുക്കുമ്പോൾ 1xലായിക്കോട്ടെ അല്ലെങ്കിൽ 3xലായിക്കോട്ടെ നിങ്ങൾക്ക് മീൻസ് ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നിങ്ങൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും എഡ്ജ് ഡിറ്റക്ഷൻ ശരിയാവില്ല. അതേമാതിരി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുമ്പോൾ അത്ര ഷാർപ്പായ പോർട്രേറ്റ് ഇമേജസ് കിട്ടില്ല. നന്നായിട്ട് ഡൗൺ ഗ്രേഡ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ പോർട്രേറ്റ് ക്യാമറ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഇമേജസ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു ഫോട്ടോ എടുത്തത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഫോട്ടോയിൽ കുഴപ്പം വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അടുത്ത ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഞാൻ 3x ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ടാണ് എടുത്തത്. ഇപ്പോൾ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയായിട്ടില്ല, എഡ്ജ് ഡിറ്റക്ഷൻ ശരിയാവണില്ല അതിൽ. അതേമാതിരി ഈ ഫോട്ടോ എടുത്ത് നോക്കിയാലും കണ്ടില്ലേ, ഈ ഭാഗമൊക്കെ എഡ്ജ് ഡിറ്റക്ഷൻ ശരിയാവണില്ല. അതേമാതിരി ലോ ലൈറ്റ് കണ്ടീഷൻസിലും ഫോട്ടോ എടുത്താലും അത്ര ഇംപ്രസീവായ റിസൾട്ട്സ് കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ ക്യാമറ പണ്ടത്തെ മാതിരി തന്നെയാണ്, നിങ്ങൾക്ക് നല്ല ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതേമാതിരി വൈഡ് ആംഗിളും കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലും വലിയ വ്യത്യാസം എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ് നന്നായിട്ട് ഡൗൺ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും പറയുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫോണിലത്തെ ടെലിഫോട്ടോ ലെൻസ് എങ്ങനെയുണ്ടെന്ന്. മാറ്റങ്ങളൊക്കെയാണ് ഞാൻ കണ്ടത് ആഫ്റ്റർ 1UI 6.1 അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്